നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു ക്രിസ്മസ് രാത്രിയിൽ ജോലി ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ പാർക്കിങ്ങിൽ ഒരു സൈക്കോ സെക്യൂരിറ്റിയോടൊപ്പം പെട്ടുപോയ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവനാണെങ്കിൽ അവളോട് മുടിഞ്ഞ പ്രേമം, പക്ഷെ അവനത് പ്രകടിപ്പിച്ചത് ഒരു വല്ലാത്ത രീതിയിലായിരുന്നു. ആ സൈക്കോ സെക്യൂരിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നമ്മുടെ നായികയായ പെൺകുട്ടിയുടെ കഥ പറഞ്ഞ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമ P2. രചന ഫ്രാങ്ക് ആൽഫോൺ അലക്സാണ്ടർ ഗ്രിഗറി ലെവസിയോ. സംവിധാനം ഫ്രാങ്ക് ആൽഫോൺ. അപ്പോ ആരംഭിക്കലാങ്ങളാ. സിനിമ തുടങ്ങുന്നത് നമ്മുടെ നായികയായ ആഞ്ചല അവളുടെ ഓഫീസ് മുറിയിൽ ആരോടോ ഫോണിൽ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവൾ ചെയ്ത എന്തോ ജോലി മാറിപ്പോയി, ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ. അതിനെക്കുറിച്ചാണ് അവൾ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം രാത്രിയായി. അപ്പോൾ അവളുടെ ഒപ്പം ജോലി ചെയ്യുന്നൊരു പെൺകുട്ടി വന്നിട്ട് നിന്നെ സാറ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആഞ്ചല ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഫാക്സ് ചെയ്യണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആഞ്ചല, ഞാനത് മുഴുവൻ ചെയ്തു കഴിഞ്ഞില്ല, ലേറ്റായി, നിന്റെ വീട്ടുകാർ വിഷമിക്കും, അതുകൊണ്ട് നീ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടി മെറി ക്രിസ്മസ് ആഞ്ചല എന്ന് പറയുന്നു. ആഞ്ചല തിരിച്ച് അവളോട്, എന്നിട്ട് അവൾ പോകുന്നു. ക്രിസ്മസ് സമയമാണിത്. വീണ്ടും ആഞ്ചല അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു കോൾ വരുന്നുണ്ട്, ആ ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അവൾ തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജിം എന്ന അവളുടെ മറ്റൊരു സഹപ്രവർത്തകൻ അവളുടെ മുറിയിലേക്ക് വരുന്നു. അതുകൊണ്ട് അവൾ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞ് ആ കോൾ കട്ട് ചെയ്യുന്നു. ജിം ചുറ്റും നോക്കുന്നുണ്ട്, കാരണം അയാൾ അവളോട് മാപ്പി ഒതുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അവൾ അത് കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ജിം, അങ്ങനെയല്ല ആഞ്ചല, ഞാൻ കാണിച്ചത് ഭയങ്കര വഷളത്തിലായിപ്പോയി. ഞാനൊന്നൊരു ക്രിസ്മസ് പാർട്ടി ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് മദ്യപിച്ചിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആഞ്ചല, കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നു. അത് കേട്ട് ജിം, താങ്ക് യു, മെറി ക്രിസ്മസ് ആഞ്ചല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവളും അവനോട് മെറി ക്രിസ്മസ് പറയുന്നുണ്ട്. നല്ല കുട്ടിയാണ് ആഞ്ചല. തെറ്റ് ചെയ്തവൻ ക്ഷമ ചോദിച്ചപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാവും. ഇവിടെ ജിം എന്താണ് ആഞ്ചലോട് ചെയ്തതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്തോ വഷളത്തരാണെന്ന് മാത്രം മനസ്സിലായി. എന്തായാലും അതിനവൻ സോറി പറഞ്ഞു, അവൾ അത് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. സമയത്ത് എത്തില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൾ, എത്തും, സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, സാന്താക്ലോസിന്റെ കോസ്റ്റ്യൂം മേടിച്ചു എന്ന് അമ്മ ചോദിക്കുന്നു. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ട്, കാറിലുണ്ട്, ഞാൻ ഒരുപാട് ലേറ്റ് ആവാതെ എത്താം, പ്രോമിസ് എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുന്നുണ്ട്, കാരണം ക്രിസ്മസ് രാത്രിയാണ്, ഇതുവരെ ജോലിയും കഴിഞ്ഞിട്ടില്ല, അതിന്റെ ടെൻഷനും ക്ഷീണവും എല്ലാം ഉണ്ട് ആഞ്ചലയ്ക്ക്. അവൾ സഹോദരിയുടെ വീട്ടിലേക്കാണ് ഇപ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും അവിടെയാണ്. എന്തായാലും അവൾ വീണ്ടും അവളുടെ ജോലി തുടർന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു വിധത്തിൽ അവളുടെ ജോലിയെല്ലാം തീർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വന്നതും പെട്ടെന്ന് ആ ബിൽഡിങ്ങിന്റെ കെയർ ടേക്കർ അങ്ങോട്ട് വരുന്നു. അവർ പരസ്പരം കണ്ടില്ല, രണ്ടുപേരും പെട്ടെന്ന് കൂട്ടിയിടിക്കാമെന്ന് ഞെട്ടിപ്പോയി. അയാളുടെ പേര് കാൾ. ഞാൻ എല്ലാ ഫ്ലോറും ലോക്ക് ചെയ്ത് വരുമായിരുന്നു, നീ ഇവിടെയുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല, ഈ ക്രിസ്മസ് രാത്രിയിൽ ആരും ഉണ്ടാവില്ല എന്നാണ് കരുതിയത്, എങ്കിൽ ഞാൻ പിന്നെ വരെന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങിയതും ആഞ്ചല, എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു, ഓഫീസ് പൂട്ടിയിട്ട് ഞാനും നിങ്ങളോടൊപ്പം താഴേക്ക് വരാം, ഒരു സെക്കൻഡ് എന്ന് പറയുന്നു. അങ്ങനെ അവൾ ഓഫീസെല്ലാം പൂട്ടി അയാളുടെ ഒപ്പം ചെല്ലുന്നു. നിങ്ങൾ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് ആഞ്ചല അയാളോട് ചോദിക്കുമ്പോൾ, അതെ, വരുന്ന 3 ദിവസത്തേക്ക് ഈ ബിൽഡിംഗ് അടച്ചിടുകയാണ് എന്നും കാൾ പറയുന്നു. ഇതൊരു ഓഫീസ് ബിൽഡിംഗ് ആണ്. കാൾ ലിഫ്റ്റ് ലോക്ക് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, കാരണം ഇനി അവിടെ വേറെ ആരുമില്ല, അതുകൊണ്ട് ലിഫ്റ്റ് ഓഫ് ചെയ്തിടുകയാണ്. അങ്ങനെ അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുന്നു. അവർ പരസ്പരം ഗുഡ് നൈറ്റും മെറി ക്രിസ്മസ് എല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ആഞ്ചല അവിടെ നിന്നും പാർക്കിങ്ങിലേക്ക് പോകാനുള്ള വേറൊരു ലിഫ്റ്റ് കയറി അവൾക്ക് പോകേണ്ട ഫ്ലോർ അമർത്തുന്നു. P2, അതായത് പാർക്കിംഗ് ഫ്ലോർ 2. അത് ഗ്രൗണ്ട് ഫ്ലോറിനും താഴെയാണ്. അപ്പോൾ അവളുടെ സഹോദരി ലൊറൈന്റെ കോൾ വരുന്നു. ഇതുവരെ ഇറങ്ങിയില്ലെന്ന് ചോദിച്ചാണ് അവൾ വിളിക്കുന്നത്. അപ്പോൾ ആഞ്ചല ഇറങ്ങി ഉടനെ വീട്ടിലെത്തും എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ലിഫ്റ്റ് താഴേക്ക് പോകുന്നു. അതുകൊണ്ട് സിഗ്നൽ കിട്ടുന്നില്ല. പാർക്കിംഗ് താഴെ ആയതുകൊണ്ട് അവിടെ മൊബൈലിൽ സിഗ്നൽ ഇല്ല. അവൾ ലിഫ്റ്റിൽ നിന്നിറങ്ങി ഫോൺ ബാഗിൽ വെച്ച് അവളുടെ കാറിലേക്ക് ചെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അവൾ ആകെ ടെൻഷനിലാവുന്നുണ്ട്. അങ്ങനെ അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി ക്രിസ്മസിന് വേണ്ടി വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്ത് ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോകാൻ ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്കാണ്. അവൾ നേരെ പാർക്കിംഗിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസിലേക്ക് ചെല്ലുന്നു. ഓഫീസ് ലൈറ്റ് എല്ലാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിസ്മസ് അല്ലേ. അവൾ ഡോർ തുറന്ന് അകത്തേക്ക് ചെന്നതും ഒരു പട്ടി പെട്ടെന്ന് കുറിച്ചുകൊണ്ട് അവളുടെ മുമ്പിലേക്ക് ചാടുന്നു. പക്ഷെ കെട്ടിയിട്ടുണ്ട്, എങ്കിലും അവൾ പേടിച്ചു പോയി. പെട്ടെന്ന് മുറിയിൽ നിന്ന് ഒരു സെക്യൂരിറ്റി വന്ന് കുരയ്ക്കാതിരിക്കാൻ പറഞ്ഞ ആ പട്ടിയെ ശാന്തനാക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിയെ കാണാൻ നമ്മുടെ ആദ്യത്തെ പീറ്റർ പാർക്കറെ പോലെ ഉണ്ട്. ആഞ്ചല സെക്യൂരിറ്റിയുടെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോകാനുള്ള വാതിലൊന്ന് തുറന്നു തരുമോ, എന്റെ കാർ സ്റ്റാർട്ട് ആവുന്നില്ല, ഒരു ടാക്സി പിടിക്കാനാണെന്ന് പറയുന്നു. അപ്പോൾ അവൻ കീ കാർഡ് എടുത്തിട്ട്, ഒരുപക്ഷെ കാറിന്റെ ബാറ്ററി ഡൗൺ ആതായിരിക്കും, എന്റെ കയ്യിൽ ഒരു ബാറ്ററി ചാർജ് ഉണ്ട്, നമുക്ക് അതെടുത്തൊന്ന് ശരിയാക്കാൻ നോക്കിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, ഞാൻ ഓൾറെഡി ലേറ്റ് ആയി, എനിക്ക് വീട്ടിൽ പെട്ടെന്ന് എത്തണം, ഞാൻ ടാക്സി വിളിച്ചോളൂ എന്ന് ആഞ്ചല പറയുമ്പോൾ, ക്രിസ്മസ് ആയതുകൊണ്ട് ഈ സമയത്ത് ടാക്സി കിട്ടാനും ലേറ്റ് ആവും, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്ന് അയാൾ ചോദിക്കുന്നു. ഒരുപാട് സമയമാകുമോ എന്ന് അവളെ ചോദിച്ചപ്പോൾ, കുറച്ച് മിനിറ്റ് മതി എന്ന് പറഞ്ഞ് അവൻ ആ ബാറ്ററി ചാർജർ എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് അത് കാറിന്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ആഞ്ചല, ഞാൻ ഇനിയും നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും, എനിക്ക് ലിഫ്റ്റിലേക്ക് പോകാനുള്ള വാതിലൊന്ന് തുറന്നു തരാൻ പറയുന്നു. അപ്പോൾ സെക്യൂരിറ്റി, ഞാൻ സഹായിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, എനിക്കത് മനസ്സിലായി, താങ്ക് യു എന്ന് അവൾ അവനോട് പറയുന്നു. എന്നിട്ട് അവർ നേരെ വാതിലിനടുത്തേക്ക് പോകുന്നു. അവനും അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് അവളുടെ ഒപ്പം ചെന്ന് അവളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഡോറിന്റെ അടുത്ത് എത്തിയപ്പോൾ അവൻ അവളോട്, ഞാനൊരു ക്രിസ്മസ് ഡിന്നർ റെഡിയാക്കിയിട്ടുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നിനക്കും എന്റെ ഒപ്പം ചേരാമെന്ന് പറയുന്നു. അത് കേട്ട് അവൾ വണ്ടടിച്ച് നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന്, ഞാൻ തമാശ പറഞ്ഞതാണെന്ന് പറയുന്നു. എന്നിട്ട് വാതിൽ കീ കാർഡ് ഉപയോഗിച്ച് തുറന്ന് അവളോട്
ആഞ്ചലോട് മെറി ക്രിസ്മസും പറഞ്ഞ് അവൻ പോകുന്നു. ആഞ്ചല വീണ്ടും ലിഫ്റ്റിൽ കയറി ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി നേരെ റിസപ്ഷനിലേക്ക് ചെന്ന് ആദ്യം കണ്ട കെയർ ടേക്കർ കാളിനെ വിളിച്ചെങ്കിലും അയാൾ അവിടെ എങ്ങും കാണാനില്ല. പിന്നെ അവൾ ഒരു ടാക്സി വിളിക്കുന്നുണ്ട്. അതിനുശേഷം സഹോദരി ലൊറേനെ ഫോൺ വിളിച്ച് കാർ സ്റ്റാർട്ട് ആവാത്തതും ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പാട്ട് തുടങ്ങിക്കോളൂ, ഞാൻ വന്നോളാം എന്ന് പറയുന്നു. എന്നിട്ട് അവൾ ടാക്സി എഴുതിയിരിക്കുകയാണ്. ക്ഷീണത്തിൽ പാവൊന്ന് മയങ്ങി പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടാക്സി എത്തുന്നു. ഡ്രൈവർ അവളുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ചെന്ന് മെയിൻ ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ അത് ലോക്കാണ്. കാളിനെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും അയാൾ അവിടെയെങ്ങുമില്ല. അവൾ തന്നെ ചെന്ന് ഡോറിന്റെ സ്വിച്ച് ഞെക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അത് തുറക്കുന്നില്ല. അവൾ ടെൻഷനായി ടാക്സിക്കാരനോട് ഒരു സെക്കൻഡ് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് പാർക്കിംഗ് ഒന്നിലേക്ക് ചെന്നിട്ട് ക്യാമറയിൽ കൂടി അവിടുത്തെ ഷട്ടർ തുറക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ആരും റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ആ സമയം ആ ടാക്സിക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അവൾ ആകെ ദേഷ്യത്തിലാവുന്നുണ്ട്. എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കിയപ്പോൾ അവിടെ സിഗ്നൽ ഇല്ല. ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഫ്ലോറിന് താഴെയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവിടെ മൊബൈലിൽ സിഗ്നൽ കിട്ടില്ല. പെട്ടെന്ന് ആ പാർക്കിങ്ങിലെ ലൈറ്റ് എല്ലാം ഓഫ് ആവുന്നു. അപ്പോൾ അത് കണ്ട് അവൾ വിളിച്ചു പറയുന്നുണ്ട് ഓഫ് ചെയ്യല്, ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ ആര് കേൾക്കാൻ. അങ്ങനെ ആ പാർക്കിംഗ് മൊത്തം ഇരുട്ടിലായിരുന്നു. അവൾ അവളുടെ മൊബൈൽ തെളിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു പോകുന്നു. അരണ്ട വെളിച്ചുകൊണ്ട് അവിടെ, പക്ഷെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ നടന്ന് വീണ്ടും പാർക്കിംഗ് 2ലേക്ക് ചെല്ലുന്നു. P2. പെട്ടെന്ന് അവൾ എവിടെയോ തട്ടി താഴെ വീഴുന്നു. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ തെറിച്ചൊരു കാറിന്റെ അടിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ കാറിന്റെ അടിയിലേക്ക് തെറിച്ചു പോയ അവളുടെ മൊബൈൽ എടുത്ത് എഴുന്നേറ്റ് നിന്നതും പെട്ടെന്ന് ആ സെക്യൂരിറ്റി അവളുടെ പിന്നിൽ നിന്നും അവളെ കടന്നു പിടിച്ച് അവളുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് അവളുടെ ബോധം കെടുത്തുന്നു. പിന്നീട് ബോധം വരുമ്പോൾ അവൾ ഒരു മേശയുടെ മുമ്പിൽ കസേരയിൽ ഇരിക്കുകയാണ്. അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സെക്യൂരിറ്റി അവൾ മേടിച്ച ആ സാന്താക്ലോസിന്റെ ഉടുപ്പിട്ടിട്ട് അവളുടെ മുമ്പിലുണ്ട്. എനിക്ക് എന്താ പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ താഴെ വീണു, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറുന്നു. അവൾ പെട്ടെന്ന് കസേരയിൽ നിന്നും താഴെ ഇറങ്ങിയതും തട്ടി താഴെ വീഴുന്നു. അവളുടെ കാൽ ആ മേശയിലേക്ക് ഒരു ചെങ്ങല വെച്ച് അവൻ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് തറയിലേക്ക് ഛർദ്ദിക്കുന്നു. അവൻ അവളെ പിടിച്ച് കസേരയിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യുന്നു. മേശപ്പുറത്ത് നോക്കുമ്പോൾ അവനൊരു ഡിന്നർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വൈനുണ്ട്, ക്യാൻഡിലുണ്ട്. അവൻ ആ സാന്താക്ലോസിന്റെ വേഷം ഞാൻ വെറുതെ തമാശയ്ക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞ് അത് ഊരിക്കളയുന്നു. എന്നിട്ട് ഒരു റോസാപ്പൂ എടുത്ത് അവളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആഞ്ചല എന്റെ ഉടുപ്പിന് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ നീ താഴെ വീണപ്പോൾ അത് അഴുക്കായി, അതുകൊണ്ടാണ് മാറ്റിയത്. എന്നിട്ട് കുറച്ച് വൈൻ തരാമെന്ന് പറഞ്ഞ് അവൻ വൈൻ ബോട്ടിലെടുത്ത് അത് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ആഞ്ചല അവനോട് നിനക്ക് എന്താണ് വേണ്ടത്, മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിടുമെന്ന് പറയുന്നു. അത് കേട്ട് അവൻ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ അവൻ വൈൻ ഒഴിച്ച് അവൾക്ക് കുടിക്കാൻ കൊടുക്കുന്നു. ആഞ്ചലയ്ക്ക് എന്തോ അപകടം മനസ്സിലായിട്ടുണ്ട്. അവൾ പതുക്കെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചിട്ട് അവനോട് പേര് ചോദിച്ചപ്പോൾ അവൻ ടോം എന്ന് പറയുന്നു. അവന്റെ യൂണിഫോമിൽ അവന്റെ പേര് കാണാം, തോമസ്. അപ്പോൾ ആഞ്ചല എനിക്കിന്ന് വേറെ കുറെ പരിപാടികളുണ്ട്, നമുക്ക് ന്യൂ ഇയറിന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് പെട്ടെന്ന് നിരാശനായ ടോം ഞാൻ ഓൾറെഡി ഇതെല്ലാം സെറ്റ് ചെയ്തു, നമുക്ക് ഇന്ന് തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഫാമിലിയോട് ഞാൻ വാക്ക് പറഞ്ഞിരുന്നു ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ ഞാൻ എത്തുമെന്ന് എന്ന് ആഞ്ചല പറഞ്ഞപ്പോൾ ചില വാക്കുകൾ തെറ്റിക്കാനുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇന്ന് ഇവിടെ ആഘോഷിക്കാം എന്ന് ടോം പറയുന്നു. എന്നിട്ട് അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവളോട് കഴിക്കാൻ പറഞ്ഞെങ്കിലും അവൾ കഴിക്കുന്നില്ല. അപ്പോൾ അവൻ മുമ്പ് വായിച്ചുകൊണ്ടിരുന്ന ഒരു നോവലിന്റെ കഥയിൽ അവളോട് പറയുന്നുണ്ട് അതൊരു പ്രണയകഥയായിരുന്നു. ഇവനും ആഞ്ചലയോട് പ്രണയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആഞ്ചല എന്റെ ബോയ് ഫ്രണ്ടിന് ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാം, ഞാൻ ചെല്ലാൻ ലേറ്റ് ആയാൽ അവൻ എന്നെ അന്വേഷിച്ചു വരുമെന്ന് പറയുന്നു. അത് കേട്ട് ടോം ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര നാളായി ഡേറ്റിംഗ് തുടങ്ങിയിട്ട് എന്നവൻ ചോദിച്ചപ്പോൾ 2 വർഷമായി എന്ന് ആഞ്ചല പറയുന്നു. എന്താണ് അവന് ജോലി എന്ന് ടോം ചോദിച്ചപ്പോൾ ജേർണലിസ്റ്റ് ആണെന്ന് പറയുന്നു. ഏത് പത്രത്തിലാണ്, എന്താണ് അവന്റെ പേരെന്ന് ടോം ചോദിച്ചപ്പോൾ പത്രത്തിന്റെ പേര് ദ പോസ്റ്റ്, അവന്റെ പേര് മാർക്ക് ലേഡൻ എന്നാൾ ചുമ്മാ പറയുന്നു. അപ്പോൾ ടോം ആ പത്രമാണ് ഞാൻ വായിക്കുന്നത്, പക്ഷെ ഇങ്ങനെ ഒരാളുടെ പേര് ഓർക്കുന്നില്ല, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞ് അവനത് എടുത്ത് നോക്കാൻ പോകുമ്പോൾ അവൾ പെട്ടെന്ന് അവൻ ഓൺലൈനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ടോം അവന്റെ കാർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് ആഞ്ചല പറയുന്നു. അപ്പോൾ നിന്റെ ഫിയാൻസിയുടെ കാർ ഏതാണെന്ന് നിനക്ക് അറിയില്ലെന്ന് ടോം ചോദിക്കുമ്പോൾ അവൾ അസ്വസ്ഥതയോടെ ടൊയോട്ട എന്ന് പറയുന്നു. അപ്പോൾ ടൊയോട്ട ഒരു ഫാസ്റ്റ് കാറാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അവൻ ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കുന്നു. എന്നിട്ട് എവിടെ എന്ന ഭാവത്തിൽ അവളെ നോക്കിയിട്ട് നമ്മൾ പരിചയപ്പെട്ട നാൾ മുതൽ നീ എന്നോട് അധികം സംസാരിക്കാറില്ലായിരുന്നു, ഇപ്പോൾ നീ നിന്റെ എല്ലാ കാര്യം എന്നോട് പറയുന്നു, നീ എന്നോട് നുണ പറയാണ്, നിനക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ല, പക്ഷേ നിനക്ക് അങ്ങനെ ഒരാളെ ശരിക്കും വേണം എന്ന് പറഞ്ഞതും അവൾ മതി നിർത്ത് എന്ന് ദേഷ്യത്തിൽ അവനോട് പറയുന്നു. ഇപ്പോൾ ഉറപ്പായി ടോമിന് ആഞ്ചല ഇഷ്ടമാണ്, അതാണ് അവളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അവൻ ഇവളിങ്ങനെ കെട്ടിവെച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ടോം വീണ്ടും അവളോട് നിനക്കൊരു നല്ല ഫാമിലി ഉണ്ട്, ലൊറൈൻ, ജിമ്മി, റോസ് എന്നൊക്കെ അവളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേര് എടുത്തു പറയുന്നു. അത് കേട്ട് അവൾ ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. അവളുടെ എല്ലാ കാര്യം അവൻ അറിയാം. എന്നിട്ട് അവൻ നിന്റെ വീട്ടുകാർ ഇപ്പോൾ നിന്നെ കാണാതെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും, നീ വീട്ടിൽ വിളിച്ച് ഓക്കെ ആണെന്ന് പറയാൻ പറഞ്ഞ് അവൻ ലാൻഡ് ഫോൺ എടുത്തുകൊണ്ട് വന്ന് അവളുടെ മുമ്പിൽ വെക്കുന്നു. അവിടെ മൊബൈലിന് സിഗ്നൽ ഇല്ലല്ലോ. എന്നിട്ട് നീ എന്തെങ്കിലും നുണ അവരോട് പറയണം, നിനക്ക് പിന്നെ നുണ പറയാൻ നല്ലോണം അറിയാമല്ലോ എന്നവൻ പറയുന്നു. അവൾ ബോയ് ഫ്രണ്ടിനെ പറ്റി പറഞ്ഞ നുണയെക്കുറിച്ചാണ് അവൻ പറയുന്നത്. അവനത് കണ്ടുപിടിച്ചു. അവനാൾ ടെററാണ്. അപ്പോൾ ആഞ്ചല വിളിക്കാനായി ഫോണിന്റെ റിസീവർ എടുക്കാൻ വന്നപ്പോൾ അവൻ അവൾ തടഞ്ഞിട്ട് ലൗഡ് സ്പീക്കർ ഇട്ട് കൊടുക്കുന്നു. അവൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് സഹോദരി ലൊറൈനോട് എനിക്കെന്തോ സുഖം തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി എന്ന് നുണ പറയുന്നു. അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടോം അവളുടെ പുറകിൽ വന്നു നിന്ന് അവളുടെ കഴുത്തിൽ പതുക്കെ കൈ അമർത്തുന്നുണ്ട്. അവൾ എന്തെങ്കിലും ക്ലൂ ഫോണിൽ കൂടി പറഞ്ഞാൽ അവൻ ചിലപ്പോൾ അവളെ കഴുത്തിരിച്ച് കൊല്ലും. അത് മനസ്സിലാക്കി അവൾ കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ട്. അപ്പോൾ ഫോണിൽ കൂടി ലൊറൈൻ നീ ആദ്യം വിളിച്ചപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ എന്താണ് മാറ്റി പറയുന്നതെന്ന് ചോദിച്ച് അവൾ ആകെ നിരാശയാവുന്നുണ്ട്. അപ്പോൾ അവരുടെ അമ്മ ലൊറൈന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ആഞ്ചലോട് സംസാരിക്കുന്നു. അമ്മയുടെ ശബ്ദം കേട്ടതും ആഞ്ചല കരച്ചിലടക്കാൻ ബുദ്ധിമുട്ടി സംസാരിക്കുന്നു.
സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് അമ്മ എന്ത് പറ്റി, നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പനിയാണെന്ന് തോന്നുന്നു അവൾ കരച്ചിലടക്കി അമ്മയോട് പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് അമ്മ അവളെ ആശ്വസിപ്പിച്ച് മെറി ക്രിസ്മസ്, ഐ ലവ് യു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അമ്മയ്ക്ക് അറിയില്ലല്ലോ ആഞ്ചലയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ടോം ഭയങ്കര സന്തോഷത്തിലാണ്. നിനക്ക് വേണ്ടി എന്റെ കയ്യിൽ ഒരു സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞ് അവനൊരു ഗിഫ്റ്റ് പാക്കറ്റ് കൊടുത്തിട്ട് തുറന്നു നോക്കാൻ പറയുന്നു. അവൾ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ള ഒരു വീഡിയോ കാസറ്റ്. ഈ വീഡിയോ കാസറ്റൊക്കെ ഇപ്പോഴുള്ള കുട്ടികൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങളുടെയൊക്കെ നൊസ്റ്റാൾജിയാണത്. ടോം അത് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറിലിട്ട് ഓൺ ചെയ്യുന്നു. അതിലുണ്ടായിരുന്ന വീഡിയോ ജിമ്മും ആഞ്ചലയും ലിഫ്റ്റിന്റെ അകത്ത് നിൽക്കുന്നതായിരുന്നു. ജിം ശരിക്കും മദ്യപിച്ചിട്ടുണ്ട്. അവൻ പെട്ടെന്ന് ആഞ്ചലെ കയറി പിടിച്ച് ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുന്നു. ആഞ്ചല അവനെ തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ലിഫ്റ്റ് തുറന്നപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇത് കണ്ട് ടോം വല്ലാത്ത ദേഷ്യത്തിലാവുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ജിം ആദ്യം വന്ന ആഞ്ചലോട് മാപ്പി വെച്ച കാര്യം. അവൻ ചെയ്ത വഷളത്തരം. ആഞ്ചല ഇതിനിടയിൽ മേശപ്പുറത്തിരുന്ന ഫോർക്കിലേക്ക് നോക്കുന്നുണ്ട്. ഒപ്പം ആ കറുത്ത പട്ടിയെ. വീഡിയോ ഓഫ് ചെയ്തിട്ട് ടോം ആഞ്ചലയോട് നമുക്കൊന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവളുടെ കാലിൽ കെട്ടിയിരുന്ന ചങ്ങലയുടെ ലോക്ക് അഴിച്ചതും അവൾ പെട്ടെന്ന് ആ ഫോർക്ക് എടുത്ത് അവന്റെ മുതുകിൽ കുത്തുന്നു. അവൻ പെട്ടെന്ന് വേദനയിൽ കരഞ്ഞ് നിലത്തിരിക്കുന്നുണ്ട്. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും തട്ടി താഴെ വീഴുന്നു. ഇതെല്ലാം കണ്ട് ആ പട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ട്. ടോം അവനോട് മിണ്ടാതിരിക്കാൻ അലറിയിട്ട് താഴെ വീണ ആഞ്ചലയെ കമഴ്ത്തി കിടത്തി അവളുടെ കൈ രണ്ടും പുറകിലേക്കാക്കി വിലങ്ങ് വെക്കുന്നു. എന്നിട്ട് അവളെ പിടിച്ചെഴുന്നേപ്പിച്ച് നിർത്തിയപ്പോൾ അവൾ എന്നെ വിട്ടേക്ക്, ഞാനിത് ആരോടും പറയില്ലെന്ന് പറയുന്നു. അപ്പോൾ ടോം ഞാൻ വിശ്വസിച്ചു, പക്ഷേ അതിനുമുമ്പ് എനിക്ക് തന്നെ ഒരു കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവളുടെ ജാക്കറ്റ് ഇടിച്ച് കാറിൽ കൊണ്ടിരുത്തി അവളെയും കൊണ്ട് താഴത്തെ പാർക്കിങ്ങിലേക്ക് പോകുന്നു. അത് ഏറ്റവും താഴത്തെ പാർക്കിംഗ് ഫ്ലോർ ആണ് P4. അവിടെ ടോം ജിമ്മിന് ഒരു കസേരയിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ആഞ്ചല ഞെട്ടിപ്പോകുന്നു. അവരെ കണ്ട് ജിം അലറിക്കരയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ വായ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ടോം അവന്റെ ലാത്തി എടുത്ത് ആഞ്ചലയ്ക്ക് നേരെ നീട്ടി നീ ഒരു മോശം സ്ത്രീ അല്ലെന്നും അവൻ ഇഷ്ടമുള്ള സ്ത്രീകളെല്ലാം തൊടാൻ അധികാരമില്ലെന്നും ഒരു പാഠം അവന് പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ആഞ്ചല നീ ലിഫ്റ്റിൽ വെച്ച് നടന്ന സംഭവ ഉദ്ദേശമാണ് ഈ പറയുന്നെങ്കിൽ അത് അവനൊരു അബദ്ധം പറ്റിയതാണ്. അവനന്ന് നന്നായി മദ്യപിച്ചിരുന്നു. അതിനവൻ എന്നോട് മാപ്പും പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ നിന്നോട് മാത്രമല്ല കാണിച്ചിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിലുള്ള എല്ലാ പെൺകുട്ടികളെ അവൻ കയറി പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനൊരു വഷളനാണ് എന്ന് ടോം പറയുന്നു. അപ്പോൾ ആഞ്ചല ടോം അവനൊരു നല്ല മനുഷ്യനാണ്, അവനൊരു ഫാമിലി ഉണ്ട്, അവനെ വെറുതെ വിടണം ടോം എന്ന് പറയുമ്പോൾ നീ വിക്കിംഗ് കാർഡ് ഇറക്കുകയാണോ? ഞാൻ നിന്നോട് പറഞ്ഞു നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, പിന്നെ എന്നെ ടോം 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 എന്ന് വെറുതെ വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞ് അവൻ അവളോട് ദേഷ്യത്തിൽ അലർന്നു. അവൾ പെട്ടെന്ന് പേടിച്ച് അവനോട് സോറി പറയുന്നുണ്ട്. ഉടൻ തന്നെ അവൻ റിലാക്സ് ആയിട്ട് ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, നിന്നെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. ജിം അപ്പോൾ അവന്റെ കെട്ടഴിച്ചു വിടാനായിട്ടാണ് തോന്നുന്നു കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ വായ കെട്ടിയിരിക്കുന്നതുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. അത് കണ്ട് അവൾ ടോമിനോട് ശരി നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം, എന്റെ കയ്യിൽ കെട്ടഴിക്കാൻ പറയുന്നു. അപ്പോൾ ടോം വേണ്ട, നീ ഒരു നല്ല കുട്ടിയാണ്, നിന്നെ സംരക്ഷിക്കുന്നത് എന്റെ ജോലിയാണ്, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി അവളോട് ഓടിപ്പോകാൻ ശ്രമിക്കില്ല എന്ന് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ട് ജിമ്മിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതുകൊണ്ട് ആഞ്ചല അവനെ ഒന്നും ചെയ്യരുതെന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതേസമയം തന്നെ അവൾ പുറകിൽ കെട്ടിവെച്ചിരുന്ന കൈകൊണ്ട് കാറിന്റെ ഡോറിന്റെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. ടോം ജിമ്മിന്റെ അടുത്ത് ചെന്ന് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടാ നിനക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളുടെ എല്ലാം ദേഹത്ത് കൈവയ്ക്കാൻ എന്ന് ചോദിച്ച് അവൻ അടിക്കാൻ ലാത്തി ഓങ്ങിയതും ആഞ്ചല വേണ്ട എന്ന് കാറിന്റെ അകത്തിരുന്ന് അലർന്നു. എന്നിട്ട് അവനെ ദയവ് ചെയ്തൊന്നും ചെയ്യരുതെന്ന് പറയുന്നു. ടോം അടിക്കാതെ പതുക്കെ ലാത്തി താഴ്ത്തിയിട്ട് തിരിയുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ ജിമ്മിയുടെ നേരെ വീണ്ടും തിരിഞ്ഞ് അവന്റെ തലക്കെട്ട് ഒറ്റ അടി കൊടുക്കുന്നു. അവന്റെ നെറ്റ് പൊട്ടി ചോര ഒഴുകുന്നുണ്ട്. ടോം വീണ്ടും വീണ്ടും അവന്റെ തലക്കെട്ട് അടിച്ചടിച്ച് പൊട്ടിക്കുന്നു. ആഞ്ചല അത് കണ്ട് അലറി കരഞ്ഞ് കാറിന്റെ ഡോർ തുറക്കാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ടോം അങ്ങോട്ട് വരുന്നത് കണ്ട് അവൾ നേരെ ഇരിക്കുന്നു. ടോം കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്തപ്പോൾ അവള് ജിമ്മിന് ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ എന്ന് പറയുന്നു. അത് കേട്ട് വീണ്ടും ദേഷ്യം വന്ന ടോം അതെന്താ നിനക്ക് അവൻ നിന്നെ തൊടുന്നത് ഇഷ്ടമാണോ, അങ്ങനെ നിനക്ക് പ്രൊമോഷൻ വല്ലതും കിട്ടുമെന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നു. അങ്ങനെയൊന്നും അല്ല എന്ന് ആഞ്ചല കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോൾ ടോം ഓക്കെ നീ പറഞ്ഞതാണ് ശരി, നമുക്ക് അവനെ ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാർ വേഗത്തിൽ മുന്നോട്ട് ജിമ്മിന് നേരെ ഓടിച്ചു ചെല്ലുന്നു. അത് കണ്ട് ആഞ്ചല വണ്ടി നിർത്താൻ പറഞ്ഞ് അലറുന്നുണ്ട്. ജിമ്മും പേടിച്ച് കരയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ടോം വണ്ടി ജിമ്മിന്റെ തൊട്ട് മുമ്പിൽ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. എന്നിട്ട് ഇവന് നമുക്കൊരു ഡ്രൈവിന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വണ്ടിയുടെ മുമ്പിൽ അവനിരുത്തിയ കസേരയും തള്ളിക്കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. ജിം പേടിച്ച് കരയുന്നുണ്ട്. ആഞ്ചല വണ്ടി നിർത്താനും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ടോം വണ്ടി ഓടിച്ചു ചെന്ന് ഒരു ഭിത്തിയിലേക്ക് ജിമ്മിനെ ചേർത്തിടിക്കുന്നു. അവന്റെ വയറ്റിൽ നിന്നും പണ്ടവും കുടലും എല്ലാം വെളിയിൽ വരുന്നുണ്ട്. അതൊന്നും കാണിക്കാൻ പറ്റില്ല, ടെറർ സീനാണ്. വീണ്ടും ടോം കാർ റിവേഴ്സ് എടുത്ത് താഴെ വീണ് കിടന്ന ജിമ്മിന്റെ തല ഭിത്തിയോട് ചേർത്തിടിച്ച് അവനെ കൊന്നു കളയുന്നു. എന്നിട്ടും മതിയാത്തവൻ പിന്നെയും വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും അവന്റെ തലയിടിച്ച് പൊട്ടിക്കുന്നു. ഒരു ജാതി സൈക്കഷ്ടാ. ചോര കാറിന്റെ ഗ്ലാസ്സിലേക്ക് തെറിക്കുന്നുണ്ട്. അപ്പോഴേക്കും എങ്ങനെയൊക്കെയോ വണ്ടിയുടെ ലോക്ക് മാറ്റി ഡോർ തുറന്ന് ആഞ്ചല ഇറങ്ങി ഓടുന്നു. ടോം ഓടരുത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവളുടെ പുറകെ ചെല്ലുന്നില്ല. ആഞ്ചല ഓടി മുകളിലത്തെ പാർക്കിങ്ങിലേക്ക് ചെല്ലുന്നു. അപ്പോൾ പുറത്ത് മുകളിൽ കൂടി ആരോ പോകുന്നത് കണ്ട് രക്ഷിക്കാൻ അവൾ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവർ അത് കേട്ടില്ല. അവൾ നിരാശയോടെ താഴെ ഇരുന്ന് പിന്നിലേക്ക് വിലങ്ങ് വെച്ചിരിക്കുന്ന അവളുടെ കൈ മുന്നിലേക്ക് എടുക്കുന്നു. എന്നിട്ട് ഓടി വീണ്ടും P2ലേക്ക് ചെന്ന് ടോമിന്റെ സെക്യൂരിറ്റി ഓഫീസിലേക്ക് ചെന്ന് വാതിൽ തുറന്നതും ടോമിന്റെ പട്ടി കുരയ്ക്കുന്നു. അവൾ പതുക്കെ അകത്തി ചെന്ന് ലാൻഡ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ റിസീവർ അവൻ കട്ട് ചെയ്തിരുന്നു.
എന്നിട്ട് അവളുടെ ബാഗ് എടുത്തതും ആ പട്ടി പെട്ടെന്ന് ബാഗിൽ കടിച്ചു പിടിക്കുന്നു. പട്ടിയുടെ കടി പിടിക്കുന്നതിന്റെ ഇടയിൽ ബാഗ് കീറിപ്പോയി അവളുടെ മൊബൈൽ അവൾക്ക് കിട്ടുന്നുണ്ട്. അതും കീ കാർഡും എടുത്ത് അവൾ ഓഫീസിന് പുറത്തേക്ക് ഓടുന്നു. ഇതേസമയം CCTV ഡിസ്പ്ലേയിൽ ടോം ജിമ്മിന്റെ ബോഡി അവിടെ നിന്നും മാറ്റി ഭിത്തിയിലെ രക്തക്കറ കുറെ തടിയുടെ പാലറ്റ് ചാരി വെച്ച് മറയ്ക്കുന്നത് കാണിക്കുന്നുണ്ട്. ആഞ്ചല പാർക്കിങ്ങിന്റെ മെയിൻ എക്സിറ്റ് ഷട്ടറിന് മുമ്പിൽ വന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ആ ഷട്ടർ ലോക്കാണ്. അപ്പോൾ പുറത്ത് ആ തെരുവിൽ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് രാത്രിയാണല്ലോ, എല്ലാവരും ആഘോഷത്തിലായിരിക്കും. തെരുവ് കാലിയാണ്. കാലിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അയാൾ എവിടെയാണെന്ന് അറിയില്ല. അവളുടെ മൊബൈൽ ഫോൺ എടുത്തു നോക്കിയപ്പോൾ സിഗ്നൽ ഇല്ല. അങ്ങനെ സൈഡിലേക്ക് നീങ്ങി വന്നപ്പോൾ ഒരു പോയിന്റിൽ വെച്ച് അവൾ ഷട്ടറിന്റെ ഗ്യാപ്പിൽ കൂടി പുറത്തേക്ക് കൈ നീട്ടി നോക്കിയപ്പോൾ ഒരു ചെറിയ സിഗ്നൽ കിട്ടി. അപ്പോൾ 911 കുത്തിയപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അവൾ താഴെ ഇരുന്ന് ഏറ്റവും അടിയിലത്തെ ഹോൾ വഴി 2 കൈ നീട്ടി ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കയ്യിൽ വിലങ്ങുള്ളതുകൊണ്ട് അവൾക്ക് കൈ ശരിക്കും നീട്ടാൻ പറ്റുന്നില്ല. വിരലെത്തിച്ച് ഫോൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ നഖം തറയിൽ ഉറഞ്ഞ് അത് പൊളിഞ്ഞു പോകുന്നു. ഈ സീൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അപ്പോഴത്തെ ഒരു യുവ സംവിധായകൻ എടുത്ത ഒരു സിനിമയിൽ ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ ഏതാണെന്ന് അറിയാമോ? അപ്പോൾ ആഞ്ചല ആ പകുതി പൊളിഞ്ഞ നഖം മുഴുവൻ പൊളിച്ചു കളഞ്ഞിട്ട് ആ ഫോണിലേക്ക് നോക്കി, ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബിൽഡിങ്ങിന്റെ പാർക്കിങ്ങിൽ പെട്ടിരിക്കുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആ ബിൽഡിംഗ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ കോള് കണക്ട് ആയോ ആരെങ്കിലും കേട്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോഴേക്കും ആഞ്ചല എന്ന് വിളിച്ചുകൊണ്ട് ടോം അങ്ങോട്ടേക്ക് അവന്റെ പട്ടിയുമായിരുന്നു. അവന്റെ ശബ്ദം കേട്ട് ആഞ്ചല കൈ തിരിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ആ വിലങ്ങ് ഷട്ടറിന്റെ ഹോളിന് മുമ്പിൽ പെട്ടുപോകുന്നു. പക്ഷെ അവൻ അങ്ങോട്ട് എത്തുന്നതിന് തൊട്ടു മുമ്പ് അവൾ കൈ എങ്ങനെയൊക്കെയോ വലിച്ചെടുത്ത് അവിടെ ഒന്നും രക്ഷപ്പെട്ട് ഒരു തൂണിന് പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഓരോ എക്സിറ്റിലും ചെന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ലോക്കായിരുന്നു. ഒടുവിൽ വീണ്ടും P1ലേക്ക് വന്ന് ആ കീ കാർഡ് ഉപയോഗിച്ച് ഡോർ തുറന്ന് ലിഫ്റ്റിൽ കയറി ലോബിയിലേക്ക് പോകാനുള്ള സ്വിച്ച് അമർത്തെങ്കിലും അത് മുകളിലേക്ക് പോകുന്നില്ല. കാരണം അത് ലോക്കായിരുന്നു. അപ്പോൾ ലിഫ്റ്റിന്റെ വാതിൽ വീണ്ടും തുറക്കുന്നു. ആ സമയം പുറത്ത് ടോമിനെ കണ്ട് അവൾ പെട്ടെന്ന് പേടിച്ച് P2ലേക്കുള്ള സ്വിച്ച് അമർത്തുന്നു. അവൻ എത്തുന്നതിന് മുമ്പ് ഭാഗ്യത്തിന് ഡോർ അടഞ്ഞ് ലിഫ്റ്റ് താഴേക്ക് പോയി. അപ്പോൾ ഈ ലിഫ്റ്റിലൊക്കെ കുടുങ്ങിയാൽ നമുക്ക് എമർജൻസി കോൾ ചെയ്യാൻ സംവിധാനം ഉണ്ടല്ലോ, അതിൽ കൂടി അവൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും റിപ്ലൈ തരുന്നില്ല. അപ്പോഴേക്ക് ലിഫ്റ്റ് P2ൽ എത്തിയിരുന്നു. അവൾ ഉടൻ തന്നെ P3ലേക്കുള്ള സ്വിച്ച് അമർത്തി ലിഫ്റ്റ് ഡോർ അടഞ്ഞ് താഴേക്ക് പോയതും പെട്ടെന്ന് എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ലിഫ്റ്റ് 2 ഫ്ലോറിന്റെ നടുവിൽ നിർത്തുന്നു. എന്നിട്ട് അവൾ വീണ്ടും എമർജൻസി കോൾ ചെയ്തപ്പോൾ ആരും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. അതിലൂടെ അവൾ ആ ബിൽഡിങ്ങിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി തോമസ് എന്നയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്, അവനൊരാളെ കൊന്നു, ദയവ് ചെയ്ത് 911ലേക്ക് വിളിക്കുമെന്നും പറയുന്നു. എന്നാൽ ആ ഫോൺ എടുത്തത് ടോം തന്നെയായിരുന്നു. ലിഫ്റ്റിൽ നിന്നുള്ള എമർജൻസി കോൾ പോകുന്നത് ആ ബിൽഡിങ്ങിൽ തന്നെ സെക്യൂരിറ്റി ഓഫീസിലേക്കായിരുന്നു. ആ കോളാണ് ടോം എടുത്തത്. അതറിഞ്ഞ് അവൾ വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോലീസിനെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു, അവർ വരുന്നത് വരെ ഞാൻ ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കും, യു ഗെറ്റ് ഔട്ട് എന്ന് അവനോട് അലറുന്നു. അപ്പോൾ ടോം അവനെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയാണ്, നീ ലിഫ്റ്റിൽ നിന്നും പുറത്തു വാ. പിന്നെ ഇതുപോലുള്ള അവസരങ്ങളിൽ രണ്ടുപേർ പെട്ടുപോകുമ്പോൾ അവർ പരസ്പരം സഹായിക്കും, പരസ്പരം ഇഷ്ടം തോന്നും, ഒരുപക്ഷെ അവർ തമ്മിൽ പരസ്പരം പ്രേമത്തിലാവും എന്ന് പറയുന്നു. ഇപ്പൊ കൺഫേമായി ഇവൻ അവളോട് പ്രേമം മൂത്ത് ഭ്രാന്തായതാണ്, ലവ് സൈക്കോ. അപ്പൊ ഇതൊന്നും കേട്ടിട്ട് ആഞ്ചൽ ഒന്നും മിണ്ടുന്നില്ല. അവൾ ചെവി പൊത്തിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല, ആകെ നിശബ്ദത. CCTVയിൽ ആഞ്ചല ലിഫ്റ്റിന്റെ മൂലയ്ക്ക് ഇരുന്ന് കരയുന്നത് കാണുന്നുണ്ട്. ടോമിനെ എങ്ങും കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ലിഫ്റ്റിന്റെ മുകളിലത്തെ ഫ്ലോറിലെ ഡോർ തുറന്ന് ടോം താഴേക്ക് നോക്കുന്നു. ലിഫ്റ്റ് 2 ഫ്ലോറിന് ഇടയിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. ഉടനെ ടോം ഫയർ ഹോസ് എടുത്ത് ആ ലിഫ്റ്റിന്റെ മുകളിലേക്ക് ഇടുന്നു. അതായത് ഈ വലിയ ബിൽഡിങ്ങുകളിൽ എങ്ങാനും തീ പിടിക്കുകയാണെങ്കിൽ അത് അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പൈപ്പ് ചുറ്റി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അത്. എന്നിട്ട് അതിലൂടെ വെള്ളം തുറന്നു വിടുന്നു. അപ്പോൾ ആ വെള്ളം ലിഫ്റ്റിന്റെ എല്ലാ ഗ്യാപ്പിൽ കൂടി മഴ പെയ്യുന്നത് പോലെ ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് വീണ് ലിഫ്റ്റ് നിറയാൻ തുടങ്ങുന്നു. എന്നാലും ഞാൻ പുറത്ത് വരില്ല എന്ന് ആഞ്ചല അലറുന്നുണ്ട്. അങ്ങനെ വെള്ളം നിറഞ്ഞ് അവളുടെ അരഭാഗവും കഴിഞ്ഞ് മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ലിഫ്റ്റിലെ ലൈറ്റുകൾ മിന്നി കത്താൻ തുടങ്ങി. പെട്ടെന്ന് ലിഫ്റ്റിന്റെ റൂഫും പൊളിച്ച് കാളിന്റെ ബോഡി അകത്ത് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. അത് കണ്ട് ടെൻഷനായ അവൾ പെട്ടെന്ന് എമർജൻസി സ്വിച്ച് ഓൺ ചെയ്യുന്നു. അങ്ങനെ ലിഫ്റ്റ് P3ലേക്ക് ചെല്ലുന്നു. വാതിൽ തുറന്നതും ആഞ്ചലയും കാളിന്റെ ബോഡിയും ഫ്ലോറിലേക്ക് വെള്ളത്തോടൊപ്പം തെറിച്ചു വീഴുന്നു. കാൾ മരിച്ചു എന്ന് മനസ്സിലാക്കി ആഞ്ചല ഡോർ തുറന്ന് വീണ്ടും പാർക്കിങ്ങിലേക്ക് ചെല്ലുന്നു. ടോം കാളിനെയും കൊന്നു. ആഞ്ചല തണുത്ത് വിറയ്ക്കുന്നുണ്ട്. ഇത് ക്രിസ്മസ് ടൈമാണ്. അവിടേക്ക് -ഡിഗ്രിയാണ് ആ സമയത്ത്. ടോം ആണെങ്കിൽ ആഞ്ചല എന്ന് വിളിച്ചുകൊണ്ട് അവൾ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് തറയിൽ അവൾ പോയ വെള്ളത്തിൽ പതിഞ്ഞ അവളുടെ കാൽപാദം അവൻ കാണുന്നത്. എന്നിട്ട് അവൻ, ആഞ്ചല, കാളിന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസ് വിളിക്കാം, അങ്ങനെ അവൻ അവന്റെ ഫാമിലിയെ കാണാം, നിനക്ക് നിന്റെയും. ഞാനിവിടെ വീണ്ടും എല്ലായ്പ്പോഴത്തെയും പോലെ ഒറ്റയ്ക്കാവും, അതല്ലേ എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞ് അലറുന്നു. അവൻ ശരിക്കും അവന്റെ ഇപ്പോഴത്തെ ഈ ഏകാന്ത ജീവിതത്തിൽ വളരെ നിരാശനാണ്. അതാണ് അവന്റെ ദേഷ്യം. അപ്പൊ ആഞ്ചല ഒരു കാറിന്റെ അടിയിൽ ഒളിച്ചു കിടക്കായിരുന്നു. അത് മനസ്സിലാക്കിയ ടോം ഒരു ചെറിയ കത്തി എടുത്തിട്ട് ആ കാറിന്റെ ടയറിൽ കുത്തി അതിന്റെ കാറ്റ് കളയുന്നു. അപ്പൊ കാറ്റ് പോയി വണ്ടി താഴേക്ക് ഇരിക്കുന്നുണ്ട്. അവൻ അടുത്ത 2 ടയറിന്റെ കൂടി കാറ്റ് കുത്തി കളഞ്ഞാൽ വണ്ടി അവളുടെ മേലേക്ക് ഇരിക്കും. അതുകൊണ്ട് അവൾ പെട്ടെന്ന് വണ്ടിയുടെ അടിയിൽ നിന്നും ഉരുണ്ടു മാറി എഴുന്നേറ്റ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അടുത്ത സീനിൽ ടോം അവന്റെ ഓഫീസ് മുറിയിലേക്ക് തിരിച്ചെത്തി ഒരു പഴയ ക്രിസ്മസ് പ്രണയഗാനം വയ്ക്കുന്നു. അത് മൈക്കിലൂടെ പാർക്കിങ്ങിലുള്ള എല്ലാ സ്പീക്കറിലും കേൾപ്പിക്കുന്നുണ്ട്.
ആഞ്ചല തണുത്ത് വിറച്ചൊരു സ്ഥലത്തിരിക്കുകയാണ്. അത് CCTVയിൽ കൂടി അവൻ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കി അവൾ പതുക്കെ എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു കോടാലി എടുത്തിട്ട് ആ ഫ്ലോറിലെ ക്യാമറ എല്ലാം തല്ലിപ്പൊട്ടിക്കുന്നു. അവൾ P3യിലാണ്, അവൻ P2വിലും. അവൻ ആ പാട്ടിന്റെ ഒപ്പം പാടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓഫീസിൽ. അതുകൊണ്ട് അവൾ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് അവൻ അറിഞ്ഞില്ല. അങ്ങനെ അവൾ P3യിലെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് P2വിലേക്ക് എത്തി അവന്റെ ഓഫീസിന്റെ അടുത്ത് നിന്ന് ഒളിച്ചു നിൽക്കുന്നു. കയ്യിൽ അപ്പോഴും ആ കോടാലിയുണ്ട്. അപ്പോൾ ആ പാട്ട് തീർന്ന് പിന്നെ അവൻ അകത്ത് നിന്ന് എന്തോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ ശബ്ദം കേൾപ്പിക്കാതെ ഓഫീസിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നപ്പോഴാണ് അത് TV-യിൽ നിന്നായിരുന്നു അവന്റെ ശബ്ദം കേട്ടത്. അതിൽ ആഞ്ചലയെ ആദ്യം അവൻ ബോധം കെടുത്തി ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ഇട്ട വീഡിയോ ആയിരുന്നു TV-യിൽ പ്ലേ ആയിക്കൊണ്ടിരുന്നത്. ബോധമില്ലാതെ കിടന്ന ആഞ്ചലയുടെ ശരീരത്തെല്ലാം തടവി അവളോട് സംസാരിക്കുന്നതായിരുന്നു ആ വീഡിയോ. അപ്പൊ അവനൊരു സൈക്കോ മാത്രമല്ല, ഒരു വൃത്തികെട്ടവനാണ്. പരീക്ഷ. അപ്പൊ അത് കണ്ട് ദേഷ്യത്തിൽ ആഞ്ചല ആ കോടാലി കൊണ്ട് ആ TV അടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് അവൾ തിരിഞ്ഞ് CCTVയുടെ ഡിസ്പ്ലേ കൂടി തല്ലിപ്പൊട്ടിക്കാൻ വന്നപ്പോഴാണ് അതിൽ പോലീസുകാർ പുറത്ത് വന്നത് അവൾ കാണുന്നത്. അവൾ മൈക്കിൽ കൂടി അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്വിച്ച് ഏതാണെന്ന് അവൾക്ക് അറിയില്ല. അതുകൊണ്ട് അവൾ പെട്ടെന്ന് അങ്ങോട്ട് പോകാനായി തിരിഞ്ഞതും ടോം അവളുടെ തൊട്ടു മുമ്പിൽ പെട്ടെന്ന് തന്നെ അവനൊരു ടേസർ വെച്ച് ഷോക്ക് അടിപ്പിച്ച് അവൾ ബോധം കെടുത്തി താഴെ കിടത്തുന്നു. എന്നിട്ട് ഒരു ഗാർബേജ് ബാഗിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണവും വൈനും എല്ലാം മാറ്റുന്നു. അപ്പോൾ പോലീസുകാർ പുറത്തുനിന്ന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് അവരോട് സംസാരിക്കുന്നു. പോലീസുകാർ ഷട്ടർ തുറക്കാൻ അവനോട് പറയുന്നുണ്ട്. അവൻ ഉടൻ വരാം എന്ന് പറയുന്നു. എന്നിട്ട് താഴെ കിടക്കുന്ന ആഞ്ചലയോട് സോറി എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ഷോക്ക് അടിപ്പിക്കുന്നു. അവൾക്ക് പെട്ടെന്ന് ബോധം വരാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് അവന്റെ ചോര പറ്റിയ യൂണിഫോം എല്ലാം മാറ്റി മുഖത്ത് ചോരയും തുടച്ചു കളഞ്ഞ് അവൻ നേരെ പോലീസുകാരുടെ അടുത്ത് നിന്ന് ഷട്ടർ തുറക്കുന്നു. അവർ വന്നത് ആദ്യം ആഞ്ചല 911ലേക്ക് വിളിച്ച കോൾ പോയിരുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും സംശയകരമായ രീതിയിൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ടോം വളരെ നിഷ്കളങ്കനായി മറുപടി പറയുന്നു. അപ്പോൾ പോലീസുകാർ, എങ്കിൽ നീ കാറിൽ കയറ്, നമുക്ക് ഒരുമിച്ച് ഇവിടെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറയുന്നു. അത് കേട്ട് ടോം ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹോംലെസ് ആളുകൾ കറങ്ങി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഷട്ടർ ഞാൻ അടയ്ക്കുകയാണെന്ന് പറഞ്ഞ് അവൻ ആ ഷട്ടർ അടച്ചിട്ട് അവരുടെ കൂടെ കാറ് കയറി പോകുന്നു. സമ്പന്ന രാഷ്ട്രമാണെന്ന് പറയെങ്കിലും അവിടെയും വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെ ഷട്ടറിന് പുറത്ത് ആഞ്ചലയുടെ ഫോൺ കിടക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ കാർ നിർത്തിയത് അതിന് മുകളിലായിരുന്നു, അതുകൊണ്ട് അവർ അത് കണ്ടില്ല. അങ്ങനെ അവർ ടോമിനെയും കൊണ്ട് താഴെ P2വിലേക്ക് വന്ന് അവന്റെ ഓഫീസിന് മുമ്പിൽ ഇറക്കി അവർ താഴേക്ക് പോകുന്നു. അവർ പോകുന്നത് അവൻ CCTVയിൽ കൂടി കാണുന്നുണ്ട്. ഓരോ ക്യാമറയും മാറ്റി മാറ്റി വന്ന് P3യിലെ ക്യാമറ നോക്കിയപ്പോൾ അതിൽ ചിലതിലൊന്നും കാണുന്നില്ല. കാരണം അത് ആദ്യം ആഞ്ചല അടിച്ച് പൊട്ടിച്ചായിരുന്നല്ലോ. അപ്പോൾ പോലീസുകാരുടെ വണ്ടിയുടെ ലൈറ്റ് തട്ടി വേറൊരു BMW കാറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന ആഞ്ചലയ്ക്ക് ബോധം തെളിയുന്നു. ടോം അവൾ ഓഫീസിൽ നിന്നും ആ കാറിന്റെ ഡിക്കിയിലേക്ക് മാറ്റിയിരുന്നു. പോലീസുകാർ ഏറ്റവും താഴെ ചെന്ന് ജിമ്മിനെ ടോം ഇടിച്ചു വന്ന സ്ഥലത്തൂടെയെല്ലാം പോകുന്നുണ്ട്. പക്ഷെ അവൻ ആ ചോരക്കറ പാലറ്റ് വെച്ച് മറച്ചതുകൊണ്ട് അവർക്ക് സംശയമൊന്നും തോന്നുന്നില്ല. ഇതിനിടയിൽ ടോം വീണ്ടും പാട്ട് വെക്കുന്നു. അത് മൈക്കിൽ കൂടി പാർക്കിങ്ങിൽ മുഴുവൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചുപോയി പോലീസുകാർ ആഞ്ചലയെ കിടത്തിയിരുന്ന കാറിനെ ക്രോസ് ചെയ്ത് പോകുന്നു. അവൾ സഹായിക്കണേ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ പോലീസുകാർ അത് കേൾക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ടോം പാട്ട് വെച്ചത്. അങ്ങനെ അവർ വീണ്ടും ടോമിന്റെ അടുത്തേക്ക് എത്തുന്നു. അതിലൊരു പോലീസുകാരൻ കാറിൽ നിന്ന് ഇറങ്ങി അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൻ വാതിൽ ചാരി നിൽക്കുകയാണ്. അവന്റെ പുറകിൽ കാണിക്കുമ്പോൾ അവന്റെ കൈ ആദ്യം ആഞ്ചലയുടെ കയ്യിലുണ്ടായിരുന്ന കോടാലിയിലായിരുന്നു. പക്ഷെ പോലീസുകാരൻ ഓഫീസിനകത്തേക്ക് കയറുന്നില്ല. അവനോട് സംസാരിച്ചിട്ട് കാറിൽ കയറുന്നു. അപ്പോൾ ടോം, ഞാൻ നിങ്ങൾക്ക് ഷട്ടർ ഓപ്പൺ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവൻ സ്റ്റെയർ കേസ് വഴി ചെല്ലുന്നു. ഈ സമയം ആഞ്ചല സഹായിക്കണേ എന്ന് പറഞ്ഞ് അലറുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ ഡിക്കിയുടെ അകത്തുണ്ടായിരുന്ന ഒരു ഭാഗം തുറന്നപ്പോൾ അതിൽ ടൂൾസ് ആയിരുന്നു. അതിൽ നിന്നൊരു കമ്പി എടുത്ത് അവൾ എങ്ങനെയോ ഡിക്കിയുടെ ലോക്ക് തുറന്ന് പുറത്തിറങ്ങി പോലീസുകാരോട് നിൽക്കാൻ പറഞ്ഞ് ഓടി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ടോം ഷട്ടർ തുറന്ന് പോലീസുകാർ പോയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ടോം പട്ടിയും അവളുടെ മുമ്പിലേക്ക് വരുന്നു. അവളുടെ കയ്യിൽ അപ്പോഴോ കമ്പി ഉണ്ടായിരുന്നു. പക്ഷെ അവരെ കണ്ട് ആഞ്ചല പേടിച്ച് പുറകോട്ട് പോകുന്നു. ഉടനെ തന്നെ ടോം ആ പട്ടിയെ തുടലിൽ നിന്നും വെടിയിപ്പിച്ച് ആഞ്ചലയുടെ പുറകെ വിടുന്നു. അവൾ ഓടുകയാണ്, പട്ടി പുറകെയും. അങ്ങനെ അവൾ ഓടി വീണ്ടും P2വിലേക്ക് വന്ന് ഒരു കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് ഡോറ് തുറന്ന് അതിന്റെ അകത്ത് കയറിയിരിക്കുന്നു. പക്ഷെ ആ പട്ടി മണം പിടിച്ച് കാറിന്റെ അകത്തേക്ക് വന്ന് അവളുടെ കാലിൽ കടിക്കുന്നു. അവൾ പേടിച്ച് കരഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ആ കമ്പി കൊണ്ട് ആ പട്ടിയെ കുത്തി കൊല്ലുന്നു. അവളുടെ മുഖത്തും ദേഹത്തും എല്ലാം പട്ടിയുടെ ചോരയാണ്. ഹൊറർ സീൻ. എന്നിട്ട് അവൾ അവന്റെ ഓഫീസിലേക്ക് ചെന്ന് ഡോറ് കുത്തി തുറന്ന് അകത്ത് കയറി ലാൻഡ് ഫോൺ എടുത്ത് 911ലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ലൈനും ബിസി ആണെന്നുള്ള മെസ്സേജാണ് അവൾക്ക് കിട്ടുന്നത്. അവൾ കോൾ കട്ട് ചെയ്യുന്നില്ല. റിസീവർ താഴെ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് കുത്തി തുറന്ന് അതിലുണ്ടായിരുന്ന കുറെ കാറുകളുടെ താക്കോൽ എടുക്കുന്നു. അപ്പോഴേക്കും ടോം അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ കണ്ടവൾ പെട്ടെന്ന് താഴെ ഇരുന്ന് വീണ്ടും ഫോൺ എടുത്ത് നോക്കുമ്പോൾ അപ്പോഴും ലൈൻ ബിസിയാണ്. അപ്പോൾ ടോം ആഞ്ചല അവന്റെ പട്ടിയെ കൊന്നിട്ടിരിക്കുന്നത് കാണുന്നു. അത് കണ്ട് വല്ലാതെ ദേഷ്യത്തിലായ അവൻ ആഞ്ചലയും വിളിച്ചുകൊണ്ട് അവിടെ മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. ആഞ്ചല അപ്പോഴും ഫോണിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാൻ. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു കത്രി എടുത്ത് അവളുടെ വിലം കഴിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ച് വന്ന ടോം അവന്റെ ഓഫീസ് മുറിയുടെ ഡോറിലെ ഗ്ലാസ്സിൽ ആഞ്ചലയുടെ ചോര പതിഞ്ഞ കൈപ്പാട് കാണുന്നു. അപ്പോൾ അവൾ അതിന്റെ അകത്തുണ്ടെന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും ആ ടേസർ എടുത്ത് അകത്ത് വന്ന് നോക്കുമ്പോൾ ആഞ്ചല അവിടെ എങ്ങുമില്ല. പക്ഷെ അവൾ 911ലേക്ക് വിളിച്ചിരുന്ന ഫോണിൽ കൂടി ആ സമയം അപ്പുറത്ത് ഫോൺ എടുത്ത ഒരു ഓപ്പറേറ്റർ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ശബ്ദം കേട്ട് അവൻ റിസീവർ എടുത്തു നോക്കി ഒന്നും മിണ്ടാതെ ആ കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ആഞ്ചലയെ അന്വേഷിച്ച് മുറിയിൽ കൂടെ നടക്കുകയാണ്. അവൾ ഏതോ ഒരു അലമാരയുടെ അകത്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ച് വന്ന അവൻ ഒരു അലമാരയുടെ വാതിലിന്റെ ഇടയിൽ ചോര പറ്റി അവളുടെ ഉടുപ്പ് കുടുങ്ങിയിരിക്കുന്നത് കാണുന്നു. അത് മുഴുവൻ അകത്ത്
കയറിയില്ല, കുറച്ചു മുമ്പ് പുറത്ത് കിടക്കുകയാണ്. അവൻ പതുക്കെ ആ അലമാരയുടെ മുമ്പിൽ ചെന്ന് അതിന്റെ വാതിൽ വലിച്ചു തുറക്കുന്നു. എന്നാൽ അതിൽ ആഞ്ചലയുടെ ഉടുപ്പിന്റെ ഒരു ചെറിയ പീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അവൾ അവന്റെ പുറകിലുണ്ടായിരുന്ന അലമാരയുടെ അകത്തായിരുന്നു. ഉടനെ തന്നെ അവൾ ആ അലമാരയുടെ അകത്തു നിന്നും പുറത്തു വന്ന് കയ്യിലുണ്ടായിരുന്ന എന്തോ പാറ്റ സ്പ്രേ ആണെന്ന് തോന്നുന്നു, അത് വെച്ച് അവന്റെ മുഖത്തേട്ട് ചീറ്റുന്നു. എന്നിട്ട് അവന്റെ മോന്തയ്ക്ക് കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് അവിടെ നിന്നും പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് ആദ്യം എടുത്ത കാറുകളുടെ കീ റിമോട്ട് വെച്ച് അവൾ ഏതെങ്കിലും കാർ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാർ തുറക്കുന്നു. ഇതേസമയം ടോമിനെ കാണിക്കുമ്പോൾ അവൻ കണ്ണുനീര് ഓഫീസിന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ ആഞ്ചൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന കമ്പി വെച്ച് പുറത്തു നിന്നും ആ ഡോർ ലോക്ക് ചെയ്തിരുന്നു. അവൻ അതിന്റെ അകത്തുണ്ടായിരുന്ന ഒരു കസേര വെച്ച് ചില്ല് തല്ലി പൊട്ടിച്ച് വെളിയിൽ വരുന്നു. അപ്പോഴേക്കും ആഞ്ചൽ ആ കാർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം കയ്യിലെ വിലങ്ങും അകത്തു നിന്നെടുത്ത കത്രി കൊണ്ട് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ അവൾ എങ്ങനെയൊക്കെയോ P1 എത്തി പുറത്തേക്ക് പോകാനുള്ള ഷട്ടറിലേക്ക് കാർ കൊണ്ടിടിപ്പിക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് സൈഡിൽ നിന്നും ടോം അവന്റെ കാറിൽ അവളുടെ കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അവൾ പെട്ടെന്ന് തന്നെ കാർ റിവേഴ്സ് എടുത്ത് വീണ്ടും പാർക്കിങ്ങിന്റെ അകത്തേക്ക് തന്നെ പോകുന്നു. അവൻ ദേഷ്യത്തിൽ അവളെ നോക്കിയിട്ട് വേറെ വഴി കറങ്ങി വീണ്ടും അവളുടെ മുമ്പിൽ വന്ന് അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. അവനെ കണ്ട് ദേഷ്യത്തിലായ ആഞ്ചല നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇട്ട് വാടാ എന്ന് ദേഷ്യത്തിൽ അലറി അവളുടെ കാർ മുന്നോട്ട് വേഗത്തിൽ ഓടിക്കുന്നു. അത് കണ്ട് ടോമും അവന്റെ കാർ അവളുടെ കാറിനെ നേരെ ഓടിച്ചു വരുന്നു. രണ്ടുപേരും സ്പീഡിൽ വന്ന് ഇടിക്കാറായപ്പോൾ പെട്ടെന്ന് ടോം അവന്റെ കാർ സൈഡിലേക്ക് വെട്ടിത്തിരിക്കുന്നു. ആഞ്ചല വെട്ടിറ്റി വന്നാണ് അവൻ വിചാരിച്ചത്, പക്ഷെ അവളിപ്പോൾ ടെററായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഇടിച്ചത് മിസ്സായ ദേഷ്യത്തിൽ അവൾ നേരെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. ടോം അവന്റെ കാർ തിരിച്ച് അവളുടെ കാറിന്റെ പുറകെയും പോകുന്നുണ്ട്. അങ്ങനെ അവൾ ഒരു സ്ഥലത്ത് വെച്ച് അവളുടെ കാറിന്റെ കൺട്രോൾ പോയി തല കുത്തി മറിഞ്ഞു വീഴുന്നു. ടോം അവന്റെ കാർ നിർത്തിയിറങ്ങി ആഞ്ചലയുടെ ആക്സിഡന്റ് ആയി കിടക്കുന്ന കാറിനടുത്തേട്ട് ചെല്ലുന്നു. അവൾ സ്റ്റിയറിംഗിലേക്ക് തലവെച്ച് ബോധം കെട്ടി കിടക്കുകയാണ്. ടോം അവളെ നേരെ ഇരുത്തി പൾസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവൾ മരിച്ചിട്ടില്ല. അപ്പോൾ ടോം ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് അവളെ കാറിൽ നിന്ന് ഇറക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് കയ്യിലുണ്ടായിരുന്ന ആ കത്തറി വെച്ച് അവന്റെ കണ്ണിലേക്ക് കുത്തുന്നു. അവൻ വേദനയിൽ അലറിക്കരഞ്ഞ് താഴെ ഇരിക്കുന്നു. എന്നിട്ട് കണ്ണിൽ നിന്നും ആ കത്ത് വലിച്ചു വരുന്നു. അപ്പോൾ അവൾ പുറകിൽ നിന്നും അവളുടെ വിലങ്ങിട്ട കൈകൊണ്ട് അവനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് അവന്റെ ബോധം കെടുത്തുന്നു. എന്നിട്ട് അവന്റെ അടുത്ത് നിന്ന് താക്കോലെടുത്ത് അവളുടെ വിലങ്ങൂരി അവന്റെ കയ്യിലിട്ടിട്ട് ഒരു തുമ്പ് കാറിന്റെ ഡോറിലേക്കും വെച്ച് ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ബോധം വന്ന് അവൻ പെട്ടെന്ന് ആഞ്ചലെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ എങ്ങനെയൊക്കെയോ തെന്നി മാറി തെറിച്ചുപോയി അവന്റെ ടേസർ എടുത്ത് മാറി നിൽക്കുന്നു. അപ്പോൾ ആക്സിഡന്റ് ആയ ആ കാറിൽ നിന്നും പെട്രോൾ ലീക്കായി അവളുടെ അടുത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ടോം ഈ വിലങ്ങ് ദയവ് ചെയ്തൊന്ന് അഴിക്കേ, എനിക്ക് നീയായിട്ട് സുഹൃത്തായിട്ട് ഇരിക്കാനായിരുന്നു ഇഷ്ടം, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു, നമുക്ക് കുറച്ച് സമയം കൂടി ഒരുമിച്ച് ചെലവഴിച്ചുകൂടെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ആഞ്ചൽ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ വീണ്ടും ടോം നമുക്ക് എന്തുകൊണ്ട് സുഹൃത്തുക്കളായിരിക്കും കഴിയില്ല, നമുക്ക് ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചുകൂടെ എന്നെല്ലാം ചോദിച്ചെങ്കിലും അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ നടന്നു പോകുന്ന കണ്ട അവന് പെട്ടെന്ന് ദേഷ്യം കയറുന്നു. അപ്പോൾ അവൻ മറുപടി പറയടി പന്ന ഡാഷ് മോളെ എന്ന് ദേഷ്യത്തിൽ അലർന്നു. അത് കേട്ട് അവൾ അവന് നേരെ തിരിഞ്ഞ് പതുക്കെ തറയിലിരിക്കുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ടേസർ ഓൺ ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിക് ഷോക്ക് വരുന്നുണ്ട്. എന്നിട്ട് മെറി ക്രിസ്മസ് തോമസ് എന്ന് പറഞ്ഞ് അത് കാറിൽ നിന്ന് ഒഴുകി വന്ന പെട്രോളിൽ മുട്ടിക്കുന്നു. അപ്പോൾ ആ പെട്രോൾ കത്ത് പിടിച്ച് അവനെ കെട്ടിയിട്ടിരുന്ന കാറ് നേരെ ചെന്ന് കാറിന് കത്ത് പിടിച്ച് പൊട്ടിത്തെറിച്ച് അവൻ മരിക്കുന്നു. അങ്ങനെ അവൾ പുറത്തേക്ക് നടക്കുന്നു. അപ്പോൾ ഫയർ സ്പ്രിംഗ്ലറിൽ നിന്നും വെള്ളം അവിടെ മുഴുവൻ മഴ പോലെ ചീറ്റിത്തെറിക്കുന്നുണ്ട്. അവൾ ആ വെള്ളത്തിൽ കൂടി ഞൊണ്ടി ഞൊണ്ടി നടന്നു വന്ന് പുറത്തേക്കുള്ള ഷട്ടർ തുറന്ന് മഞ്ഞു പെയ്യുന്ന തണുത്ത് വിറച്ച ആരുമില്ലാത്ത വിജനമായ തെരുവിൽ കൂടി നടന്നു പോകുന്നു. അപ്പോൾ 3 ഫയർ എഞ്ചിനുകൾ റോഡിലൂടെ വരുന്നത് കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോ ഇഷ്ടായോ എല്ലാവർക്കും? ടോം എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അവന് കൂട്ടുകാരോ കാമുകയോ ആരും ഉണ്ടായിരുന്നില്ല. അവന് ആഞ്ചല ഇഷ്ടമായിരുന്നു, പക്ഷെ അത് അവൻ അവളോട് പറഞ്ഞിരുന്നില്ല. ആഞ്ചലയാണെങ്കിൽ അവനെ പരിചയപ്പെട്ടിരുന്നു, പക്ഷെ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവളോട് പ്രണയം മൂത്ത സൈക്കോയായ അവൻ അത് തുറന്നു പറയാതെ അവളോട് കാട്ടിക്കൂട്ടിയതാണ് ഇതെല്ലാം. അപ്പോൾ കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണം ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.